ഇത് നമുക്ക് 4 SL വന്നത്. നിങ്ങൾ SL കണ്ട് പേടിക്കുകയാണെങ്കിൽ ട്രേഡിംഗ് സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ 4 SL വന്നാലും ഇന്ന് ഞാൻ ടാർഗറ്റിലിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. 100 പോയിന്റ് ടാർഗറ്റിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. എനിക്ക് 50 പോയിന്റ് SL വന്നു. ബട്ട് 210 പോയിന്റ് മുകളിൽ ഞാനിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എടുക്കാണ്ടായിരിക്കും നിങ്ങൾ പലരും ഇന്ന് വേറെ പല ഗ്രൂപ്പിലേക്കും പോയിണ്ടാവുക. നമ്മുടെ 4 SL വന്ന് അല്ലെങ്കിൽ 2 SL വന്ന് അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വേറെ ഗ്രൂപ്പിലേക്ക് പോകും. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ 210 പോയിന്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ മാക്സിമം എൻ്റെ ഗ്രൂപ്പിൽ കയറുന്നുണ്ടെങ്കിൽ മാക്സിമം ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ബിൽഡ് ചെയ്യുക. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പും എല്ലാ ദിവസവും നോക്കി പോകാൻ നേരം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു സക്സസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ കോഴ്സ് തരുന്നുണ്ടെങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾ ട്രേഡിങ് പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ് പഠിക്കുക. നിങ്ങൾ 10 ഗ്രൂപ്പ് വേറെ പോയിട്ട് വേറെ ഹിന്ദി ഗ്രൂപ്പിലും തമിഴ് ഗ്രൂപ്പിലും മലയാളം ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇവിടേക്കൊന്നും പോകണ്ട എന്നാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റോപ്പ് ലോസ് പോലെ നിങ്ങൾ ടാർഗറ്റിലേക്ക് പോകും. അതാണ് പറയണത്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ടൊന്നും ടാർഗറ്റ് ഇല്ലേ മാർക്കറ്റിൽ. ഫസ്റ്റ് മനസ്സിലാക്കിക്കോ. ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല. 50, 60, 70 സ്റ്റോപ്പ് ലോസ് പോണ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ 100 പോണ ഗ്രൂപ്പുകളുണ്ട്. നമ്മളിവിടെ എന്തിട്ടാണ് പറയണത് 20 പോയിന്റിന് 30 പോയിന്റ് മാഗ്നിഫിക്കൽ സ്റ്റോപ്പ് ലോസ് ഇട്. നിങ്ങൾ ഇട്ട് പഠിക്കുക. സ്റ്റോപ്പ് ലോസ് ഇട്ട് പഠിക്കുക ഫസ്റ്റ്. മനസ്സിലായ? പിന്നെ 10 പോയിന്റ് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് പഠിക്കുക. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വന്നാൽ കട്ട് ചെയ്യ്. നിങ്ങൾ പ്രോഫിറ്റ് കാണുന്ന നേരത്തെ പ്രോഫിറ്റ് കട്ട് ചെയ്യേ. കറക്റ്റ് 1:1 കട്ട് ചെയ്യാനാണ് പറയണത് ഞാൻ. 10 പോയിന്റ് നിങ്ങൾ ആദ്യം എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ബിഗിനേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. ഇവർക്ക് ഒന്നും അറിയില്ല. SL കൊടുക്കാന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ പഠിക്കും. എന്നാലും ഫസ്റ്റ് ടൈം ഒന്നും ഒരു SL ഫസ്റ്റ് 10 പോയിന്റ് കൊടുക്കില്ല, 30 പോയിന്റ് കൊടുക്കില്ല, 20 പോയിന്റ് കൊടുക്കില്ല. ഇതൊന്നും കൊടുക്കില്ല. എന്നിട്ട് ഇരിക്കും കറക്റ്റായിട്ട്. ഒരു ലോസ് വരുത്തി വയ്ക്കുക. അതായത് ക്യാപിറ്റൽ വാനിഷ് ആകുന്ന പോലെ ലോസ് വരുത്തി വയ്ക്കുക. എന്നിട്ട് വേറെ ഗ്രൂപ്പിൽ പോവുക. പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടുമോ ഇവിടെ നിന്ന് കിട്ടുമോ അങ്ങനെ നോക്കി നടക്കണം. നിങ്ങൾ എന്തിനാണ് നോക്കി നടക്കണത്? എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം എൻ്റെ ടെലിഗ്രാമിൽ 1000, 10,000 കയറ്റലൊന്നുമല്ല എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം. നമുക്ക് ഞാനായിട്ട് ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോഴും ഞാൻ 4 SL രാവിലെ എടുത്തത്. 4 SL. അതിൽ ഒരെണ്ണം 1:1 ഉണ്ട്. ആ കഥ ഞാൻ പറയാം. അത് അനലൈസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്ന 3 ട്രേഡ് അത് ഫുള്ളും നമുക്ക് അടിപൊളി കോൺസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. ഒന്നാമത്തെ കേസ് പല ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ചിന്തകൾ. ഒരാളുടെ തന്നെ ഉണ്ടാവും ഒരു 100 ഗ്രൂപ്പെങ്കിലും. ടെലിഗ്രാം ഗ്രൂപ്പുകൾ 100 ഉണ്ടാവും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 100 പേര് നമുക്ക് എൻ്റെ ഗ്രൂപ്പിൽ വന്നെങ്കിൽ ഈ 100 പേരിന് പ്രോഫിറ്റ് ആക്കാന്നുള്ളതാണ് എൻ്റെ മൈൻഡ്. മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ കോഴ്സ് കൊടുത്ത് പ്രോഫിറ്റിൽ കൊണ്ടുവരിക അങ്ങനത്തെ സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രോഗ്രസീവ്ലി ട്രേഡിങ് പഠിക്കണം. പഠിക്കാന്ന് പറഞ്ഞാൽ എന്തുട്ടാ ട്രേഡിങ് എന്താണെന്ന് പഠിക്കണം. പ്രൈസ് എവിടെ ആക്ട് ചെയ്യാമെന്ന് പഠിക്കണം. ബൈയും സെല്ലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. സ്റ്റോപ്പ് ലോസ് ഇടാൻ അറിയണം. ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ അറിയണം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഇതൊന്നും അറിയാണ്ട് ട്രേഡിങ്ങിക്ക് വന്നിട്ട് ലോസ് വരുത്തി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് എൻ്റെ അല്ല. നിങ്ങൾ വേറെ എവിടെ പോലും സക്സസ് ആവില്ല. നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ട്രേഡിങ് പ്ലാനാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പ്ലാനാണ് എൻ്റെ ഉള്ളത്. ഭയങ്കര ഈസിയാണ്. നിങ്ങൾ എത്ര ട്രാപ്പിൽ വീണാലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു ദിവസം പ്രോഫിറ്റിലിരിക്കും ഇത് വെച്ചിട്ട്. ഞാൻ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ ആൽഗോ ട്രേഡിങ് ചെയ്തു അതൊന്നും അല്ല പറയണത്. എനിക്കറിയാം പ്രൈസ് എവിടെയൊക്കെ ആക്ട് ചെയ്യില്ല എന്നൊക്കെ. ഇനി ട്രാപ്പ് പോയിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ട്രേഡിൽ ട്രാപ്പ് ഇല്ലാണ്ടാണ് ഞാൻ പ്രോഫിറ്റിക്ക് വരും. അതൊന്നും വന്നിട്ടുണ്ട്. നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ 50 പോയിന്റും ബാങ്ക് നിഫ്റ്റി 100 പോയിന്റും. അതും 10 ഉള്ളിൽ അടിച്ചിട്ടുണ്ട്. ഇത്രയും ട്രാപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 4 SL കഴിഞ്ഞിട്ടാണ് പറയണത്. 4 SL വരണതിന് റീസൺ ഉണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കുക. 100 ഗ്രൂപ്പ് ചാടി ഇരുന്നുകൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇവിടുന്ന് കിട്ടാൻ പോകണില്ല. നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു മാസം നിങ്ങൾ പ്രോഫിറ്റിൽ ഇരിക്കില്ല. അതാണ് ഞാൻ പറയണത്. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ എല്ലാ ട്രേഡും എടുക്കുക ഫസ്റ്റ്. ഇനിയിപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കുക. അതിൽ മനസ്സിലായില്ലേ? ഒറ്റ ട്രേഡ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ഒരുമിച്ച് ട്രേഡ് വരുമ്പോൾ ഒറ്റ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലോസേ വരുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റേ വരുള്ളൂ. അങ്ങനെ എല്ലാ ട്രേഡും എടുക്കുക. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു ദിവസം കഴിയുമ്പോൾ പ്രോഫിറ്റിലായിരിക്കും. ഇന്ന് കുറേ ആൾക്കാർ ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ടാവും. എനിക്കറിയാം 4 SL വന്നപ്പോൾ പാനിക്കായിട്ട് വേറെ ഗ്രൂപ്പിൽ പോയിട്ട് അവിടെ നിന്ന് SL അടിച്ചവരുണ്ടാവും. SL കഴിഞ്ഞാൽ നേരല്ലേ ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി എനിക്കിന്ന്. കാര്യമായിട്ടാണ് പറയണത്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരിക എന്ന് പറഞ്ഞൊരു കോഴ്സായിട്ട് നിങ്ങൾക്കൊരു ലേഖ്യ രൂപത്തിലൊന്നല്ല ഞാൻ കോഴ്സ് എന്ന് പറഞ്ഞ രീതിയിലൊന്നല്ല ഞാൻ തരണത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീസൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വർത്തായിരിക്കും ജീവിതകാലം മുഴുവനേക്കും. അതാണ് ഞാൻ പറയണത്.
കുറേ ബുക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ആ ബുക്കിലത്തെ എല്ലാ ഏടുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിലത്തെ ഒരേ ഏട് രണ്ടേടാ പഠിപ്പിക്കണുള്ളൂ. ഈ പഠിപ്പ് മതി, അതാണ് പറയണത്. ഈ പഠിപ്പ് മതി നമുക്ക് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാൻ. അതിനൊരു ചെറിയ ഫീസാണ് ഞാൻ പറയണുള്ളൂ എല്ലാവരോടും. നിങ്ങൾക്ക് അധികമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ഇരുന്നേക്ക്, അല്ലെങ്കിൽ ഇരിക്കണ്ട, അത്രേ ഉള്ളൂ കേസ്. എനിക്ക് ടെലിഗ്രാമിൽ ആളെ കൂട്ടാന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും അല്ല എനിക്ക്. കേട്ടണ ഒരാളിനാണെങ്കിൽ ഒരാളിനെ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രോഫിറ്റബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ. അത് ചിലപ്പോൾ ഒന്നാമനായിട്ട് കയറിയവന് മനസ്സിലാവുണ്ടാവും ഞാൻ എന്താ പറയണത്. നമ്മളിപ്പോഴും പ്രോഫിറ്റില്ല. ഒരു ദിവസം പോലും നമ്മൾ ലോസ് എന്നൊരു വാക്ക്, ടോട്ടൽ ഒരു ദിവസം കഴിയുമ്പോൾ ലോസ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും. നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് തന്നെയാണ് ഇതുവരെയും പറയണത്. ഇന്നും നാല് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഞാൻ അന്ന് പ്രോഫിറ്റിൽ തന്നെയാണ്. ഞാൻ എന്നെ പൊക്കി അടിക്കുന്നതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇനി നമുക്ക് ഇന്നത്തെ അനലൈസിസ് വീഡിയോസിലേക്ക് പോവാം. ഹെയ്റ്റായി തോന്നുന്നവർക്കൊക്കെ ഹെയ്റ്റായി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നല്ലതായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. നിങ്ങളൊന്നും എവിടെ എത്തില്ല, ഇതൊന്നും അറിയാണ്ട് പോയിട്ട് നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ 100 കിട്ടും, ഞാനല്ലെങ്കിൽ 100 വേറെ കിട്ടും, ഒരു കാര്യമില്ല അയാളൊന്നും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബാങ്ക് നിഫ്റ്റി ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക ഇവിടെയൊക്കെ എങ്ങനെ വർക്ക് ചെയ്തേക്കണത്, നിങ്ങൾ പ്രീവിയസ് ഇതൊക്കെ വരച്ച് പഠിച്ച് നോക്കുക. നിഫ്റ്റിയുടെ ലെവൽസ് ഇതാണ്. ഞാൻ കൊടുത്ത കോഴ്സ് ഇതൊക്കെയാണ്. 21,900 C, 24,000 P, 51,500 P, 51,500 C, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അത് 8 മണി 8:30 കൊടുത്തതാണ് നമുക്ക്. പിന്നെ നെക്സ്റ്റ് പ്രൈസൊക്കെ പറയണം 260 നെക്സ്റ്റ് പ്രൈസാണ് 24,000-ൻ്റെ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് പറയണതാണ്. അതായത് ആക്ടിവേറ്റ് ആണതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് SL വന്നിട്ടുണ്ട്, എല്ലാതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിലൊന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യങ്ങളില്ല. ഞാൻ പിന്നെ ക്ലിയർ ആയിട്ടൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലെവലുണ്ടായിരുന്നു 360 പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ മേടിക്കാനാണ് പറഞ്ഞത്. അവിടെ സെല്ലേഴ്സ് സ്കാനിൻ്റെ അടിയിലേക്ക് വന്നു, ട്രേഡ് ഇല്ല എന്നാണ് ഞാൻ കാണിച്ചത് ഈ പോസ്റ്റ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ടെലിഗ്രാമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. SL വന്നിട്ടുണ്ടെങ്കിൽ SL തന്നെയാണ്. ദ ബോത്ത് SL നോട്ട് എ ഗുഡ് ഡേ. ഇതൊക്കെ ഇങ്ങോട്ടുണ്ട്. 4 ട്രേഡ് SL ആണ്, വേറെ വർത്താനൊന്നുമില്ല കാര്യത്തിൽ. അതേപോലെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ വർത്തമാനം പറയാനുള്ള അർത്ഥമില്ല. പ്രോഫിറ്റ് എടുക്കാൻ പഠിപ്പിക്കാൻ നിന്നാലും പഠിക്കില്ല, എന്താ ചെയ്യുക. ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു സാധനം പറഞ്ഞു, ട്രേഡ് കിട്ടാത്തവർക്ക്, അതായത് 51,500 PE ഇതിൽ ട്രേഡ് കിട്ടാത്തവരുണ്ടാവും. ആ കഥയിലേക്ക് ഞാൻ എത്താം, ജസ്റ്റ് ഒന്ന് കേൾക്കുക. ട്രേഡ് കിട്ടാത്തവർക്ക് 583.55 നെക്സ്റ്റ് എൻട്രി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരാം കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ 1:5 അടിച്ച ടാർഗറ്റ് അടിച്ച ട്രേഡ് ഉണ്ടെന്ന്, നമുക്ക് 100 പോയിന്റ് കിട്ടിയ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് ഉണ്ടെന്ന്. ഇതൊന്നും ആരും കണ്ടിട്ട് വരെ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഗ്രൂപ്പിൽ ആരും കണ്ടിട്ട് വരെ ഉണ്ടാവില്ല, ജസ്റ്റ് വാച്ച് ചെയ്ത് പോയിണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ട്. മുമ്പൊന്നും എടുത്തവരും ഉണ്ടാവില്ല, ഉറപ്പാണ്. നിങ്ങൾക്കൊന്നും ലോജിക്ക് വേണ്ടല്ലോ, മാജിക്ക് പോരെ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1:1 ആക്റ്റീവ് ആയിട്ടുള്ള സാധനമുണ്ട്. അത് നമുക്ക് 50 പോയിന്റ് 60 പോയിന്റ് അതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എടുത്തവർക്ക്. ഇതൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂപ്പിലത്തെ പരിപാടികൾ. നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം. ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചുതരാം. അതിൽ ഓർഡറിലാണ് ഇട്ടാണത്. 23,900 C, 51,500 C, 24,000 P, 51,500 P. നമുക്ക് ഓർഡറിൽ തന്നെ പോകാം കാര്യങ്ങൾ. ഏതൊക്കെയാണ് പ്രോഫിറ്റ് വന്നത്, ഏതൊക്കെയാണ് SL വന്നത് കാണാമല്ലോ. നമുക്ക് കാണാം 23,900 C 306 മുകളിൽ പോകുമ്പോൾ മേടിച്ചോളാനാണ് പറഞ്ഞത്. സെല്ലേഴ്സ് സ്കാനിൽ ഉണ്ടാവും മേടിച്ചു. നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചെന്നില്ലേ, അതിൻ്റെ ഇതിൻ്റെയാണ്. എൻ്റെ സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെ വന്നു. അതായത് ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് മേടിക്കാം. അതായത് 308 മേടിക്കാം, 308 അടിയിൽ മേടിക്കാം, 306 മേടിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്, മേടിക്കാം. ഇത് എത്ര വരെ പോയിട്ടുണ്ട്? 318 വരെ പോയിട്ടുള്ളൂ, 10 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ വലിയ കഥയൊന്നും പറയണില്ല. അത് ഡയറക്റ്റ് SL നിങ്ങൾക്ക് കാണാം, ഡയറക്റ്റ് SL പോയി. ഇതിലൊന്ന് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SL എന്ന് പറയണ്ടല്ലോ നമ്മൾ. ഈ 10 പോയിൻ്റ് SL ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നഷ്ടം? പിന്നത്തെ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. ആ 10 പോയിൻ്റ് അവിടെ പോവാത്തവർക്ക് പിന്നത്തെ നഷ്ടം വരുന്നത് ഇതിലാണ്. 61 പോയിൻ്റ് സ്ട്രൈക്കിലാണ് പറയണത്, 61 പോയിൻ്റ്. അപ്പോൾ SL ഇടേണ്ട കാര്യങ്ങളൊക്കെ ഇതൊന്ന് മനസ്സിലായണമെന്ന് വിചാരിക്കണം. SL നിങ്ങൾ ഇട്ടിട്ട് തന്നെ ട്രേഡ് ചെയ്യുക, മനസ്സിലായില്ലേ? 51,500 C മുമ്പ് കൊടുത്ത ട്രേഡ് തന്നെയാണ്. 454 മുകളിൽ, 454 85 മുകളിൽ മേടിക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെയാണ് വന്നത്.
എത്രയില്ല വന്നത്? 480 വന്നത്. 54 അടിക്കാൻ പറഞ്ഞ ട്രേഡാണ്. കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അടിയിലേക്ക് ഇത്തിരി വരട്ടെ. മനസ്സിലായില്ലേ? ഇത് 40 പോയിൻ്റാണ്. 80 48 എന്ന് പറഞ്ഞാൽ ഒരു 40 പോയിൻ്റ് അടുപ്പിച്ചുണ്ട് വ്യത്യാസം. നാളെ 30 പോയിൻ്റ് എസ് എൽ ഇടണുള്ളൂ, അല്ലെങ്കിൽ 20 പോയിൻ്റ്. ഇതൊക്കെ ഈസി ആയിട്ട് പോകുന്ന ഞാൻ എത്ര വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ കിട്ടുമ്പോൾ മേടിക്കുക. അപ്പോൾ അടിയിലേക്ക് വരുന്ന മേടിക്കുന്നവർക്ക് ഇത് കുറച്ച് ദൂരം പോയിട്ടുണ്ട്. എന്നാലും എസ് എൽ തന്നെ പറയുള്ളൂ. അത് ഡയറക്റ്റ് എസ് ഇല്ല. നിങ്ങൾ അവിടെയും പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പിന്നെയും ഹ്യൂജ് ലോസ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ എസ് എൽ കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുക. അതാണ് ഈ 2 SL ഞാൻ കാണിച്ചതിൻ്റെ അർത്ഥം. SL ഇടുക, സിസ്റ്റത്തിൽ SL ഇടുക. SL ഇടാണ് ട്രേഡ് ചെയ്യരുത് ദൈവത്തോർത്ത്. ക്യാപിറ്റൽ നമുക്ക് ഇനി ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ മുമ്പ് കൊടുത്തതാണ്. 340 മുകളിലേക്ക് ഈ പ്രൈസ് വരികയാണെങ്കിൽ മേടിച്ചോളാം. ഈ 340 മുകളിലേക്ക് നിൽക്കുകയാണ്. അവിടെ ഒക്കെയും സെല്ലേഴ്സ് അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ മാത്രമാണ് സെല്ലേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്തത്. ഈ സെല്ലേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിൽ നിന്ന് മേടിക്കുക. 345 ബോഡി ക്ലോസ് കിട്ടിയത്. ഈ ബോഡി ക്ലോസിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ മേടിക്കുക. ഇത് ലിമിറ്റ് ഓർഡറിൽ കിട്ടും എല്ലാവർക്കും. എന്തിനാണ് ഈ മുകളിൽ നിന്ന് പോയി മേടിക്കണത്? മുകളിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കൂടുന്നുള്ളൂ. നമ്മൾ അപ്പുറത്തൊക്കെ കുറേ സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ലേ, ഇനി കറക്റ്റായിട്ട് അത് ചെയ്യേ. അടിയിൽ നിന്ന് മേടിക്കുക. ഇത് ലിമിറ്റ് ഓർഡറിൽ കിട്ടുമായിരുന്നു. ലിമിറ്റ് ഓർഡർ അതൊക്കെ ഈസി ആയിട്ട് ലിമിറ്റ് ഓർഡർ കിട്ടുന്ന സാധനങ്ങളാണ്. അതിന് നമ്മളൊരു 60 പോയിൻ്റിൻ്റെ പ്രോഫിറ്റിലാണ് ഇതിൽ, ഈ ട്രേഡിൽ. 59-60 പോയിൻറ്റ് 1:3 തന്നെയാണ് അതിൽ അടിച്ചേക്കണത് ടോട്ടൽ. പിന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു SL എത്ര നേരം പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു. നല്ലൊരു ടൈം അത് പ്രൊട്ടക്റ്റ് ആയി നിന്നിട്ടുണ്ട് ഈ SL. അതായത് 10:39 ആക്റ്റീവായ ട്രേഡ് നമുക്ക് SLലേക്ക് വരുന്നത് 12:15 ഇപ്പോൾ 2 മണിക്കൂറോളം, 1.25 മണിക്കൂറോളം, 2 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഈ ട്രേഡ് പ്രൊട്ടക്റ്റ് ആയി നിന്ന് അത്ര SL കൊടുത്തിട്ടും. അപ്പോൾ അതാണ് ആ ലെവലിൻ്റെ പ്രത്യേകത. ഇപ്പുറത്ത് പോയി ഈസി SLകൾ പോലെയല്ല, നമ്മുടെ ലെവലിൻ്റെ മുകളിലേക്ക് പ്രൈസ് വന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ SL പ്രൊട്ടക്റ്റ് തന്നെയാണ്. അതാണ് ലെവൽസിൻ്റെ പ്രത്യേകതകൾ. ഈ പിൻ പോയിൻ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ ഞാൻ പിൻ പോയിൻ്റ് എന്നല്ല പറയണത്. അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിക്കും, അടിച്ചില്ലെങ്കിൽ സാധനം അവിടെ നിൽക്കും. കറക്റ്റായിട്ട് പ്രോഫിറ്റും തരും. 1:1 എടുക്കുന്നവർക്ക് ഇറങ്ങാം, അങ്ങനെ ഇറങ്ങാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഫിറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇറങ്ങാം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഫസ്റ്റ്. എല്ലാ വീഡിയോസിലും ഞാൻ പറയണതല്ലേ. നിഫ്റ്റിയിലേക്ക് പോവാം. ഇത് 24,000 PE നിഫ്റ്റിയുടെ സ്ട്രൈക്കാണ്. ഇത് നിങ്ങൾക്ക് കാണാം 20-ാം തീയതി ഇന്നത്തേൽ ആദ്യത്തെ മിനിറ്റ് ക്യാനിൽ തന്നെ നമ്മൾ ലെവലിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തു. സെല്ലേഴ്സിനെ കൊണ്ട് എടുക്കുക. ഇത് ഡിസ്കൗണ്ട് പ്രൈസ് നോക്കി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഈ സംഭവം നമുക്ക് ഇത്തിരി ഡിസ്കൗണ്ട് പ്രൈസ് നോക്കി നിൽക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു പ്രോഫിറ്റിക്ക്, അതായത് 1:1 അച്ചീവ് ആയിട്ടുണ്ട്. ഇതിൽ 11 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. അത് കുറേ നേരം വന്നിട്ടുമുണ്ട്. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 9:18 ആക്റ്റീവായ ട്രേഡാണ്. ഇതിൻ്റെ 1:1 നമുക്ക് വന്നേക്കണത് കുറേ നേരം പ്രൈസ് 1:1 നിന്നിട്ട് തന്നെയാണ് പ്രൈസ് അടിയിലേക്ക് വന്നേക്കണത്. എന്നിട്ട് ഞാൻ ഈ SL ആയിട്ട് തന്നെ കൂട്ടണത് എപ്പോഴും. പക്ഷേ ഇതിൽ 1:1 അച്ചീവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എടുക്കാൻ പറഞ്ഞ 1:1 ആണ്. എടുത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ പക്ഷേ SL എന്ന് തന്നെയാണ് പറയണത്. 4 SL ഇതൊരു SL ആയിട്ട് കൂട്ടാം. വലിയ മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ അതൊക്കെ പറയും 1:1 ആണെന്നൊക്കെ. കാര്യം 1:1 ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. 10 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സൊക്കെ അതിൽ ഇറങ്ങണം. പിന്നെ നിങ്ങൾക്ക് കാണാം ഞാനൊരു 260 ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് SL അടിച്ച ശേഷം പ്രൈസ് പിന്നെ നിങ്ങൾക്ക് കാണാം എന്തൊരു പോക്ക മുകളിലേക്ക് പോയെന്ന്. SL അടിച്ച ശേഷമാണ് ഈ മൂവ്മെൻറ്റ് ഇത്രയും കാൻഡിൽസിൻ്റെ. ഇത് നമ്മളെ കൂടെ പോണ മൂവ്മെൻറ്റ്. അത് ട്രാപ്പിംഗ് ആണ് മാർക്കറ്റ് ഫുള്ള് ചെയ്യണത്. ഇതൊന്നും അറിയാണ്ടാണ് നമ്മൾ ട്രേഡിങ് ചെയ്യണത്. അവിടെ SL കൊടുത്ത് ഇറങ്ങുക, പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് പിടിക്കാം. ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മാർക്കറ്റാണ്, മാനിപ്പുലേഷൻസ് നടക്കും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന മാർക്കറ്റാണ്. 100 കോടി 200 കോടി 300 കോടി 500 കോടി 1 ലക്ഷം കോടി ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ഓർഡറുകൾ എടുക്കുന്നുണ്ട് എല്ലാ പ്രൈസിലും. നിങ്ങൾ 1 ലക്ഷം ആണെങ്കിലും 5 ലക്ഷം ആണെങ്കിലും ഇവിടെ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിന് വരെ യൂസ്ഫുൾ അല്ല. അതൊന്നും മനസ്സിലായില്ലേ? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഒരു വിക്ക് വന്നില്ലേ, ഈ വിക്കിലുണ്ടാവും നമ്മളൊക്കെ റീറ്റെയിലേഴ്സ്. അതായത് 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾ
10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആൾ, ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലേക്കൊക്കെ ഈ ബോഡിക്ക് തട്ടാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ബോഡിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കോഡുകൾ തന്നെ ഇടണം അതിൻ്റെ ഉള്ളിൽ. ഒരു ക്യാൻഡിൽ ഫോം ആവുമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അടിപൊളിയായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ കാശ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത്രയും കണ്ടിന്യൂസ് ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ക്യാഷ് കൊണ്ട് നടക്കില്ലേ? അത് മാർക്കറ്റിൻ്റെ അതിൻ്റേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ഇറക്കിയാലേ ഉള്ളൂ അവിടെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റിയാണോ നമ്മൾ പറയണത്. നിങ്ങൾക്കിവിടെ കാണാൻ കറക്റ്റായിട്ട്. ഞാനിവിടെ SL അടിച്ച ട്രേഡിൻ്റെ കാര്യം തന്നെയാണ് പറയണത്. ഈ SL വന്ന ശേഷം എന്തുകൊണ്ടുണ്ടായേ? അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പ്രൈസ് കയറിയപ്പോൾ നമുക്ക് പോയത് കണ്ടില്ലേ? 2-3 ക്യാൻഡിലിൽ അത് 50 പോയിന്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഇത് 83 പോയിന്റ് മൂവ്മെൻ്റ് ഉണ്ടായത്. നമ്മളവിടെ കയറ്റാണ്ടാണ് ഈ ട്രേഡ് മിസ്സായത്. ഇവിടെ കിട്ടേണ്ട പ്രോഫിറ്റാണ് നമുക്ക് ഇവിടെ മിസ്സായത്. 2 ക്യാൻഡിൽ 83 പോയിന്റ് ടാർഗറ്റ് അടിച്ച് മുന്നോട്ടിരിക്കുന്ന ടൈമുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനാ, മാർക്കറ്റ് മാനിപ്പുലേഷൻസ് ആണ്. പിന്നെ ഞാൻ ഇതേ പ്രൈസിലാണ് 24,000 PE കൊടുത്ത അടുത്തൊരു വിലയാണ് 260. ഇതിൻ്റെ ഒക്കെ ഉത്തമ ഉദാഹരണമാണ് 260. 260 എന്ത് സംഭവിച്ചു? 260 ബയേഴ്സ് കൊണ്ടുപോയി മുകളിൽ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ട്രൈ ചെയ്തു, എന്നിട്ട് അവർ റിജക്ഷൻ ചെയ്തു. അവിടെ നമ്മുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് ആക്റ്റായ ക്യാൻഡിലാണ് ഈ കാണുന്നത്. അവിടുന്ന് പിന്നെ പ്രൈസ് മൂവ് ചെയ്ത് നമുക്ക് കാണാം. പിന്നെ ഒരു 1 ഡയറക്ഷൻ മൂവ്മെൻ്റ് ആണ് ഇത്. 50 പോയിൻ്റ് മൂവ്മെൻ്റ് ആണ്. ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻ്റ് ആണ്. കറക്റ്റ് അവിടെ എത്തിയപ്പോൾ പിന്നെ റിജക്ഷൻ. അപ്പോൾ നമ്മൾ തരുന്ന ലെവൽസ് അത്രയും ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. സ്റ്റോപ്പ് ലോസ് ഒരിട്ട് അടിച്ചാലും നമുക്ക് ടാർഗറ്റുകൾ വരും. ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. ഇനി അടുത്ത സ്ട്രൈക്കുക ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണാം, ഞാൻ 453.45 കൊടുത്ത ലെവല്. അത് ഡയറക്റ്റ് SL ട്രേഡ് ആക്ടിവേറ്റ് ആയി അടുത്ത ക്യാൻഡിൽസിൽ തന്നെ SL. അങ്ങനെയൊക്കെ പോണ SL പോയത് തന്നെയാണ് ഒരു തർക്കൂല കാര്യത്തിൽ. അത് സെല്ലേഴ്സ് പിടിച്ച് അടിയിലേക്ക് ഇടുമ്പോൾ അത് SL അടിച്ച് പോണതാണ്, പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. പിന്നെയും ഞാൻ പണ്ടായിരുന്നു ഇങ്ങനെ SL അടിക്കണോടത്ത് മാർക്കറ്റ് അപ്പോൾ തന്നെ തിരിച്ച് കയറി വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു റിവേഴ്സൽ ഇട്ടിട്ട് ഒരു റിജക്ഷൻ കാണിച്ച ശേഷം മാർക്കറ്റ് അതേ ലെവലിലേക്ക് പിന്നെയും വന്നു. സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു, പിന്നെയും ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഇത് പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പറയാറുണ്ട്, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കൊടുത്ത് പിന്നെയും ട്രേഡ് ഉണ്ട്. ആ ട്രേഡാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ്. ഇതൊക്കെ എത്ര പേര് എടുത്തു എനിക്കറിയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു 51,500 PE 51,500 PE 583-55 മുകളിലേക്ക് പോയ പിന്നെയും എൻട്രി ഉണ്ട്. അതാണ് നിങ്ങൾ ലാസ്റ്റ് കാണുന്നത്. ഇതൊക്കെ ആരെങ്കിലും എടുത്തോ? 100 പോയിൻറ്റ്സ് ആണ്, ജസ്റ്റ് ആസ്കിങ്. ഇതെന്താ പറയണത്? ഞാൻ തൊട്ട് മുമ്പ് കൊടുത്തതാണ്, 10/6 കൊടുത്തതാണ്. 51,500 PE 583.55 നെക്സ്റ്റ് എൻട്രി കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് എൻട്രി എപ്പോഴാണ് വരുന്നത്? 10:53 കൊടുത്ത ട്രേഡിൽ നെക്സ്റ്റ് എൻട്രി വരുന്നത് 13:41. അതായത് 1:45 കഴിഞ്ഞിട്ടാണ് ട്രേഡ് വരുന്നത്. നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു ബ്ലാസ്റ്റിംഗ് എൻട്രി തന്നെ മുകളിലേക്ക് വന്നേക്കണത്. ഇതൊക്കെ എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. എത്ര പോയിൻ്റ് വേണമെങ്കിലും മില്ല് കിട്ടും. അതായത് സ്റ്റോപ്പ് ലോസിക്ക് പോകാനുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ ലെവലിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 30 പോയിൻ്റ് ഇട്ടാൽ വരെ അല്ലെങ്കിൽ 20 പോയിൻ്റ് ഇട്ടാൽ വരെ ഈസി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലെവൽസാണ് ഇതൊക്കെ. ഇതൊക്കെ ട്രേഡ് എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. അത് ഞങ്ങളുടെ പ്രതിപാദിക്കുന്നില്ല. അപ്പോഴേക്കും ഞാൻ 10 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ട്രേഡ് നിർത്തിപ്പോയി. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ആ കോൾസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് മനസ്സിലാക്കുക. 51,500 ഈ ട്രേഡ് കിട്ടണമെങ്കിൽ ഗ്രൂപ്പ് ഫോളോ ചെയ്യണം. ഞാൻ പറയണപ്പോൾ പ്രൈസിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യണം, നല്ല ട്രേഡ് ഉള്ളൂ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ്. നമുക്ക് ടോട്ടൽ 4 SLഉം 2 ടാർഗറ്റും ഒരു 1:3 ആണ് അടിച്ചാണത്. ഇപ്പോൾ ടോട്ടൽ SL കൂട്ടിയിട്ട് നിങ്ങൾക്ക് നിഫ്റ്റിയിൽ 2 SL, ബാങ്കിന് 2 SL. നിഫ്റ്റിയിൽ ഒരെണ്ണം 1:1 ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിലൊരു 1:1 വന്നിട്ടുണ്ട്, 10 പോയിന്റ് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ SL ആയിട്ട് തന്നെ പറയണത്. ഞാൻ ആർക്കും വിഷമം വരണ്ട, SL ആയിട്ട് തന്നെ കൂട്ടാം. ഇത് ഫസ്റ്റ് ട്രേഡായിരുന്നു ഇന്നത്തെ, പക്ഷേ SL ആയിട്ട് തന്നെ ഞാൻ പറയാണ്. ടോട്ടൽ എനിക്ക് 3 SL ഉള്ളൂ, എനിക്കറിയാം നന്നായിട്ട്. പക്ഷേ ഞാൻ SL ആയിട്ട് തന്നെ കൂട്ടുകയാണ്. അപ്പോൾ 4 SL തന്നെ കൂട്ടാം. അപ്പോൾ 20 പോയിന്റ് നിഫ്റ്റിയിലും 60 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും. അപ്പോൾ ടോട്ടൽ 50 പോയിന്റ് അവിടെ പോയി. ഈ ടാർഗറ്റ് അടിച്ചത് നിങ്ങളിപ്പോൾ കണ്ടതാണ്. ടാർഗറ്റ് 100 പോയിന്റ് ബാങ്ക് നിഫ്റ്റി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്ത സ്ട്രൈക്കിൽ എടുത്തവർക്ക് പിന്നെ 100-200 കിട്ടും, അത് വേറെ. അല്ലാണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ 100 അടിച്ചിട്ടുണ്ട് മാർക്കറ്റ് ടൈമിങ്ങിൽ.
100 അടിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഞാൻ 50 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 150 അവടി. പിന്നെ ഈ പി സൈഡിലേക്ക് പോയ മാർക്കറ്റിൽ ഞാൻ സൈഡിൽ 2 എടുത്തിട്ടുണ്ടായിരുന്നു. സൈഡ് എൻട്രിയാണ് ഇത് 51,500 സിയിൽ. ഈ പി സൈഡിക്കും സൈഡിക്കും ഒക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ എളുപ്പമല്ല ഈ പ്രൈസ് കിട്ടലും. സൈഡിക്ക് പോലും അല്ലെങ്കിൽ പി സൈഡിക്ക് പോലും ഇതൊക്കെ കണ്ടുപിടിച്ച് വരാമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. അത്തിരി നന്നായിട്ട് മാർക്കറ്റ് അറിഞ്ഞിരിക്കുന്നാലേ പറ്റുള്ളൂ. നമ്മളതിനെ എത്രയും ലഘൂകരിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളോട് പഠിക്കുക എന്ന് പറയുന്നത് അതാണ്. ഈസിയായിട്ട് നിങ്ങൾക്കും ട്രേഡ് എടുക്കാം, പ്രോഫിറ്റബിൾ ആവാൻ വീട്ടിലിരുന്നിട്ട് ഒരു ഗ്രൂപ്പിൽ നമുക്ക് കയറേണ്ട കാര്യമില്ല. 100% ഗ്യാരണ്ടി ഇതിലൊക്കെ. അപ്പോൾ ഈ സ്ട്രാറ്റജി ഫസ്റ്റ് ആദ്യം നിങ്ങൾ കേൾക്ക്, അപ്പോൾ അതിൻ്റെ ഗുണം അറിയുള്ളൂ. നമുക്ക് വേറെ ആരിനെയും ആശ്രയിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ ഈ സ്ട്രൈക്കിലും നമ്മളൊരു 60 പോയിന്റ് ടാർഗറ്റ് പിടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമുക്കിപ്പോൾ 100 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും 50 പോയിന്റ് നിഫ്റ്റിയിലും 60 പോയിന്റ് ബാങ്ക് നിഫ്റ്റി 51,500 സിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പോയിൻ്റായി? 210 പോയിൻ്റായി. നമ്മൾ എത്ര പോയിന്റ് ലോസ് ചെയ്ത് അവിടെ? 4 SL കൂടിയിട്ട് 60 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലും 20 പോയിന്റ് നിഫ്റ്റിയിലും ഇപ്പം 80 പോയിന്റ്. 210 പോയിന്റ് 80 പോയിന്റ് കുറച്ചാൽ മതി. മനസ്സിലായില്ലേ? 130 പോയിന്റ്. നമ്മൾ 130 പോയിന്റ് പ്രോഫിറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നും 4 SL അടിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. 130 പോയിന്റ് പ്രോഫിറ്റിൽ എപ്പോഴും നിൽക്കുന്നത്. ഇത് ഒരാൾ എടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. 130 പോയിന്റ് ഇതൊന്നും 1 രൂപ പോലും, ഈ 130 പോയിന്റ് 1 രൂപ പോലും നിങ്ങൾക്ക് ആരും കിട്ടിയിട്ടുണ്ടാവില്ലേ? അതിന് സമയമില്ലല്ലോ, എടുക്കാൻ സമയമില്ല. നമ്മളിവിടെ പറയുന്നുണ്ട് 4 SL അടിച്ചാലും ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇടുന്നുണ്ട്, കറക്റ്റായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്, ടാർഗറ്റ് അടിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആരും എടുക്കണവരില്ല. SL കണ്ടു അപ്പോൾ തന്നെ വേറെ ഗ്രൂപ്പിലേക്ക് പോവുക. ധൃതിയാണ് ഫുള്ള്. എല്ലാത്തിനും ധൃതിയാണ്. കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് ആർക്കും ഒന്നും പഠിക്കണ്ട, കോഴ്സ് മാത്രം മതി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്രേഡിങ്ങിനല്ലേ ഇരിക്കണത്. കുറെ കൊല്ലമായിട്ട് ട്രേഡിങ്ങിനല്ലേ ഇരിക്കണത്. ബിഗിനേഴ്സ് ഉണ്ടാവും, ഫസ്റ്റ് ആയിട്ട് വരുന്നവർ. അതായത് ക്യാഷ് മാത്രം നോക്കി വരുന്ന ടീമുകൾ, അവരെ അങ്ങനെയാണ് വിളിക്കേണ്ടത്. ക്യാഷ് മാത്രം നോക്കി വരുന്ന ടീമുകളാണ് ബിഗിനേഴ്സ്. അവർക്ക് കറക്റ്റ് പ്രോഫിറ്റ് ഇറക്കി കിട്ടിയിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ലോസ് കിട്ടിയിട്ട് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക്. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ മാറ്റി വയ്ക്കട്ടെ. അവർക്ക് ഇത്തിരി ഡെവലപ്പ് ആവണം ട്രേഡിങ്ങിക്ക് വരാൻ. ബാക്കി ഇത്തിരി അറിയുന്ന ആൾക്കാരുണ്ട് ഇതിൽ. ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും സക്സസ് ആവാത്ത ആൾക്കാർ. അങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. ഇവരും ഈ കോഴ്സിൻ്റെ പിന്നാലെ പോണത്. അതായിരിക്കും എനിക്ക് ചിരി വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയധികം കോഴ്സ് ഇറങ്ങുന്ന ഗ്രൂപ്പ്, ഇഷ്ടം പോലെ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഞാൻ ഏറ്റവും പ്രോന്നൊന്നും ഞാൻ പറയണില്ലേ, അവകാശവാദമൊന്നും ഞാൻ പറയണില്ലേ. ഒരു ഗ്രൂപ്പിനും താഴ്ത്തി കെട്ടണില്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും താഴ്ത്തി കെട്ടണില്ലേ. എല്ലാവരും അവരവർക്ക് സ്ട്രാറ്റജികളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SL കാണാൻ വിളിക്കും, വേറൊരു ഗ്രൂപ്പ് തേടി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അത്രയും മൈൻഡ് വീക്കാണ് നിങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഇല്ല നിങ്ങൾക്ക്. നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ 10 രൂപ ട്രേഡ് ചെയ്യണുള്ളൂ. അത്ര നേരം നിങ്ങൾ ഇരുന്നിട്ട് എല്ലാ ട്രേഡും എടുക്കുക. ഫുൾ സെറ്റ് ആവണമെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. ഇത് എത്രത്തോളം പറയാതൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും കാര്യം അതൊന്നും നമുക്കറിയില്ല. എനിക്കിങ്ങനെ കൺവിൻസ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കേസാണ്. ട്രസ്റ്റിൻ്റെ പ്രശ്നം. ക്യാഷ് ഇട്ടിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണത്. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഞ്ഞാന്നത്തെ ട്രേഡിങ്ങിൽ ഒരു ട്രേഡർ എൻ്റെ അടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേക്കാണ്. ഞാൻ പറഞ്ഞ സ്ട്രൈക്ക് പോലും അല്ല. ആ സ്ട്രൈക്കിൽ 10 രൂപ SL അടിച്ചിട്ടുള്ള ആൾ. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടേക്കാണ് അത് SL ആയെന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊടുത്ത പ്രൈസ് അല്ല, ഞാൻ പറഞ്ഞ സ്ട്രൈക്കല്ല. ഇങ്ങനത്തെയും കുറേ ട്രേഡേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബിഗിനറാണ് ആൾ. ഞാൻ തെറ്റൊന്നും പറയണില്ല, ആളെ കുറ്റമൊന്നുമല്ല പറയണത്. ബിഗിനറാണ്, മിസ്റ്റേക്കാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെയും ട്രേഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ പ്രോപ്പർ ലേണിങ് എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ട്രേഡിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക്? നിങ്ങൾ അതിനൊരു ഫണ്ട് ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഇരട്ടിക്ക് വേറെ കിട്ടുന്നതന്നെ ഞാൻ പറയണത്. നമ്മൾ അത്ര ഈസി മെത്തേഡല്ലേ പറഞ്ഞു തരുന്നത്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ ടെലിഗ്രാമിൽ ഒരു പ്രൈസേ ഞാൻ പറയണുള്ളൂ.
അല്ലാണ്ട് ഇവിടെ അത് വരയ്ക്ക് ഇത് വരയ്ക്ക് ഇങ്ങനെ വരയ്ക്ക് അല്ലെങ്കിൽ ആ സാധനം നോക്കി ഈ സാധനം നോക്കി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ നോക്ക്, ഇങ്ങനൊന്നും ഞാൻ പറയണില്ലല്ലോ. ഒരു പ്രൈസേ പറയണുള്ളൂ. അത് അത്രയും ഈസി ആയിട്ട് കിട്ടുന്ന പ്രൈസാണ്. ഫസ്റ്റ് മനസ്സിലാക്കിക്കോ. ഇതൊന്നും അറിയാണ്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് പഠിപ്പിക്കൊന്നും പോകേണ്ട കാര്യങ്ങളില്ല ട്രേഡിങ്ങിൽ. പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് പഠിക്കാൻ അത്ര ടൈം എടുക്കും. നിങ്ങൾ പഠിച്ചു വരുന്ന ടൈമാണ് ടൈം. മനസ്സിലാക്കുക പക്ഷേ ട്രേഡിങ്ങിന്. ഇതിന് കോഴ്സൊന്നും ചെയ്യാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഈ ഐഡിയയിലാണ് ബാക്കി ഒക്കെ കിടക്കണത്, നിങ്ങളുടെ പ്രോഫിറ്റും ലോസും ഒക്കെ. ഞാൻ ഈ കണ്ട കോഴ്സൊന്നും പഠിച്ചിട്ടല്ല ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക്ക് എത്തിക്കണത്. എൻ്റെ സ്വന്തം ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്തത്. ഒരാളെനിക്ക് പറഞ്ഞ സ്ട്രാറ്റജി അല്ല അത്. നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ ഐഡിയ കണ്ടുപിടിക്കണം. പക്ഷെ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് മാത്രം. അവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് വർക്കായില്ലോ, അപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തോടെ, കുഴപ്പമില്ല, അവരുണ്ടാക്കിക്കോട്ടെ, കാശുണ്ടാക്കിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണത്. കാശ് പോട്ടാന്ന് ഞാൻ വിചാരിക്കണില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നണമെന്നില്ല കാശ് പോവാണെന്ന്. കാശ് ഉണ്ടാക്കണ്ട അവിടെ. ഞാൻ ഇഷ്ടംപോലെ ലോസ് കണ്ടിട്ടുള്ള ആളാണ്. മൈൻഡ് വീക്കായിട്ട് പോയിട്ടുള്ള തന്നെയാണ് ലോസ് കണ്ടിട്ട്. പക്ഷെ അതൊന്നൊക്കെയും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. 98% ആക്യുറസി ഉള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് ലോസ് വരും, കൺഫേം ലോസുകൾ. കാരണം വരാനില്ലാത്ത ലോസുകൾ അതിൽ വരിക. അതിനൊക്കെ പകരം നമ്മൾ തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോയി മാർക്കറ്റിനെ ഒന്ന് നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിലൊന്നല്ല കാണേണ്ടത്. അതിനെ ഇത്തിരി വെറൈറ്റി ആയിട്ട് പിടിക്കും മാർക്കറ്റിനെ. എന്നാലേ മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ചാർട്ട് പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് സക്സസ്. സ്ട്രൈക്കിൽ ചെയ്യണം നിങ്ങൾ മെയിനായിട്ട്. ചാർട്ടിൽ കാണുന്ന ചാട്ടവും മറിച്ചിലൊന്നും സ്ട്രൈക്കിൽ കിട്ടില്ല. സ്ട്രൈക്കൊക്കെ അത്രയും പ്രോപ്പറായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ സ്ട്രൈക്കിക്ക് വന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത്രയും പ്രോപ്പറായിരിക്കും കാര്യങ്ങൾ. പിന്നെ ഞാൻ നടത്തുന്ന ടെലിഗ്രാം ചാനൽ അത് അത്രയും തുറന്ന പുസ്തകമാണ്. ഫ്രീ ഗ്രൂപ്പാണ്. ഏൺ ചെയ്യാം, ലോസ് എടുക്കാം, പ്രോഫിറ്റ് കൊടുക്കാം. നമ്മൾ ലൈവിൽ ഇടുന്ന കാര്യങ്ങളാണ് അതിലൊക്കെ ഇടുന്നത്. കാരണം ഞാൻ ഇമാജിനറി വേൾഡിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും നല്ല പ്രൈസ് ഒന്നും പ്രോപ്പർ കാരണങ്ങളുണ്ട് എല്ലാത്തിനും. എനിക്കറിയാം ഞാൻ തരുന്ന സാധനം അത്രയും ക്ലിയർ സാധനമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കാര്യങ്ങൾ. എനിക്കിങ്ങനെ പ്രൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് എനിക്ക് ഉണ്ടാക്കിയാൽ മതി. കുറേ ആൾക്കാർ വന്ന് കയറും. എനിക്ക് 500,000 പറഞ്ഞിട്ട് വേണമെങ്കിൽ കാരണം കയറ്റാം ടെലിഗ്രാമിൽ. ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ ചെയ്താലും ഇത്ര കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. എന്നാലും അതിനും ആൾക്കാരുണ്ടാവും ആ കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് വിലയില്ല എന്ന് തോന്നുന്ന കോഴ്സുകൾ അപ്പോൾ വിലയുണ്ടാവും. അതാണ് സംഭവം. പക്ഷെ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല ഇതുവരെയായിട്ടും. കിട്ടണവരെടുത്തോട്ടെ എന്നുള്ള മെൻറ്റാലിറ്റി ഞാൻ നിൽക്കണത്. നമുക്ക് തിങ്കളാഴ്ച കാണാം. അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെന്ന് വിചാരിക്കുന്നു. ലോസുകൾ കണ്ടാൽ പേടിക്കരുത്, പ്രോഫിറ്റുകൾ കണ്ടാൽ ബുക്ക് ചെയ്യാൻ മറക്കരുത്. കറക്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ്, പിന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക സ്റ്റോപ്പ് ലോസിനെ. ഈ 2 കാര്യം നിങ്ങൾ പഠിക്കുക. ബാക്കിയൊക്കെ നമ്മൾ സെറ്റാകും. നിങ്ങൾക്ക് ഈ പിൻ പോയിന്റ് പ്രൈസുകളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് DM ചെയ്ത് ചോദിക്കുക. ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ പിൻ പോയിന്റ് പ്രൈസുകൾ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരിക്കും. അപ്പോൾ അത്തുള്ള ദിവസത്തെ വീഡിയോ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇതാണ് ഇൻസ്റ്റാഗ്രാം ID. മാക്സിമം ഒന്ന് കയറി ഫോളോ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം.